തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ സ്കൂളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ഏത്തമിടിച്ചു അധ്യാപകർ ഈ കാലത്തു. ഇതിനെതിരെ കാരണം കാണിക്കൽ നോട്ടീസും കൊടുത്തു. DAയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം നടത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, എന്തിനാണ് ഈ വിദ്യാർത്ഥികളെ കൊണ്ട് ഏത്തമിടിച്ചത്? ഏത്തമിടിക്കുക ഇതേപോലുള്ള പരിപാടികളൊക്കെ ഇപ്പോഴും ഉണ്ടോ നമ്മുടെ നാട്ടിൽ? അരുൺ സോളമൻ. അരുൺ, ഇക്കഴിഞ്ഞ 11-ാം തീയതിയാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം കോട്ടൺ സ്കൂളിൽ നടക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലിന് പിന്നാലെയാണ് ഇപ്പോൾ DD ഇപ്പോൾ നടപടിയെടുത്തിരിക്കുകയാണ്. ഈ അധ്യാപികയ്ക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് ഈ കഴിഞ്ഞ 11-ാം തീയതി തന്നെ ഈ കേസ് ആസ്പദമായി രക്ഷിതാക്കൾ പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഇത് സംബന്ധിച്ച് നടപടിയെടുത്തത്. അന്ന് അധ്യാപിക ഖേദം പ്രകടിപ്പിക്കുകയും ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിശദീകരണം സ്കൂളിന്റെ HM കൂടിയായിട്ടുള്ള ഗീതയ്ക്ക് നൽകിയിരുന്നു. കാരണം വൈകുന്നേരമാണ് ഈ സംഭവം നടക്കുന്നത്. വൈകുന്നേരം ദേശീയ ഗാനം ആലപിക്കുന്ന സമയത്ത് 9-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കാണുകയും തുടർന്ന് ഈ അധ്യാപിക ദരീഫ ഈ വിദ്യാർത്ഥികളെ ക്ലാസ് മുറിയിൽ അടച്ചിട്ട് ഏത്തം ഇടിയിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾ രക്ഷിതാക്കളോട് പരാതിപ്പെട്ടത്. ഇത് തുടർന്ന് HM ഗീത ഈ വിവരം അറിയുകയും തുടർന്ന് അധ്യാപികയോട് വിശദീകരണം തേടി അന്ന് ഖേദം പ്രകടിപ്പിച്ച് ഈ കാര്യം അവസാനിപ്പിച്ചു എന്നാണ് കരുതിയത്. പിന്നാലെയാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ വിവരം അറിയുകയും തുടർന്ന് ഇന്നിപ്പോൾ DAയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് DD ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുപോലെ പറയുന്നത് ആ സമയത്ത് ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ വീട്ടിൽ പോകേണ്ടുന്ന ബസ് കിട്ടില്ലായിരുന്നു. ബസിന്റെ സമയത്താണ് വിദ്യാർത്ഥികൾ പുറത്തേക്ക് ഇറങ്ങി എന്നുള്ള ഒരു വിശദീകരണമാണ് രക്ഷിതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നതായിരുന്നു. എന്തായാലും അത് വളരെ മോശമായ ഒരു കാര്യമായിപ്പോയി. പുതിയൊരു കാലത്ത് അധ്യാപകരൊക്കെ വീണ്ടും ഏത്തയിടിപ്പിക്കുക തുടങ്ങിയ പഴയ രീതികളൊക്കെ കൊണ്ടുവരുന്നത് മോശമാണ് എന്നുള്ളതേ പറയാനുള്ളത്. വിദ്യാർത്ഥികളുടെ ആത്മാഭിമാനത്തെ വല്ലാതെ ബാധിക്കും. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കേണ്ട എന്നല്ല, പക്ഷേ ശിക്ഷ ഇങ്ങനെയാകാൻ പാടില്ല എന്ന് മാത്രം.